Hello dears, welcome back to ISK English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ ടൈപ്സ് ഓഫ് റീഡിംഗ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്കിമ്മിങ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്ന് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് റീഡിങ്ങിലെ ഫസ്റ്റ് വണ്ണാണ് സ്കിമ്മിങ്, രണ്ടാമത്തേതാണ് സ്കാനിങ്. എന്താണ് സ്കാനിങ്? സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ലൈൻസ്, പാരഗ്രാഫ്സ് ആൻഡ് പേജസ് ക്വിക്കലി ബട്ട് നോട്ട് തറോലി ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫോർമേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക ഇൻഫോർമേഷൻ, ചില പ്രത്യേക വിവരം ലഭിക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ പേജുകളും പാരഗ്രാഫുകളും ലൈൻസൊക്കെ വളരെ വേഗത്തിൽ വായിക്കുന്നതിനാണ് സ്കാനിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നോട്ട് തറോലി, തറോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിക്കൂല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടായിരിക്കും, ആ ഉദ്ദേശിച്ച കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? ഗോയിങ് ത്രൂ ലൈൻസ്, പാരഗ്രാഫ്സ്, പേജസ് ക്വിക്കലി, വളരെ ക്വിക്കായിട്ട് പേജുകൾ വളരെ വേഗത്തിൽ മറിക്കുന്നു, പാരഗ്രാഫ്സ് പെട്ടെന്ന് നോക്കുന്നു, ലൈൻസ് ഒക്കെ പെട്ടെന്ന് നോക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമുക്ക് അറിയേണ്ട ഒരു കാര്യം അതുണ്ടോയെന്ന് അറിയാം. വൈൽ സ്കാനിങ് വി ഡു നോട്ട് റീഡ് ദ ഹോൾ ടെക്സ്റ്റ് ബട്ട് ഓൺലി എ ഫ്യൂ ലൈൻസ് വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ. അപ്പോൾ സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന പുസ്തകം നമ്മൾ മുഴുവനായിട്ടും നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ ആ പുസ്തകത്തിലെ ചില ലൈൻസ്, അതായത് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷൻ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അറിവ് അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില ലൈൻസ് അല്ലെങ്കിൽ ചില പേജസ് അല്ലെങ്കിൽ ചില പാരഗ്രാഫ്സ് നമ്മൾ വായിക്കും. ഇതാണ് സ്കാനിങ്. The movement of our eyes is forced and we pause and focus only on the relevant lines on parts. അപ്പോൾ ഇത്തരത്തിൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ ഒരു പേജിലൂടെ നമ്മളുടെ കണ്ണുകൾ വളരെ വേഗത്തിൽ പാസ് ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കണ്ടാൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വേഗത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോവാണ്. നമ്മൾ ആ ഓടിച്ചു പോകുമ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ തിരയാണ്. നമ്മളെ മനസ്സിൽ നമുക്ക് വേണ്ട ഒരു സംതിങ് ഉണ്ട്, അത് കണ്ടെത്തിയാൽ മാത്രമേ നമ്മൾ നമ്മളുടെ കണ്ണിൻ്റെ ഓട്ടം നമ്മൾ നിർത്തി നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. റെഫറിങ് ടു എ ഡിക്ഷണറി ആൻഡ് റീഡിങ് എ യൂസേഴ്സ് മാനുവൽ ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ്. നമുക്ക് സ്കാനിങ്ങിന് എക്സാമ്പിളായിട്ട് ഡിക്ഷണറി റെഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂസേഴ്സ് മാനുവൽ. അതായത് ഡിക്ഷണറി നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ വേഗം നോക്കുക ചെയ്യുക. അതായത് ഡിക്ഷണറി നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു വേർഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഡിക്ഷണറിയിൽ സ്കാനിങ് എന്നുള്ള വേർഡാണ് നോക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ സ്കാനിങ് എന്ന വേർഡ് ഉണ്ടായിരിക്കും. ഞാൻ അത് മനസ്സിൽ വെച്ചിട്ട് അതിവേഗം ആ ഡിക്ഷണറിയുടെ പേജസിലൂടെ ഇങ്ങനെ ഓടിച്ചു വിടും. അങ്ങനെ സ്കാനിങ് എന്ന് പറയുന്ന വാക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊന്ന് യൂസേഴ്സ് മാനുവൽ. യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അതായത് നമുക്കറിയാവുന്നതാണ്, ചില പ്രോഡക്റ്റുകളുടെ കൂടെ അതെങ്ങനെ ഉപയോഗിക്കണം അല്ലേ, അത് നമ്മൾ മനസ്സിരുത്തി വായിക്കുകയല്ല ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു യൂസേഴ്സ് മാനുവൽ എന്ന് പറയുമ്പോൾ അതിന് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, എന്ത് ഉപകരണം ആയിക്കോട്ടെ, യൂസേഴ്സ് മാനുവൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നുണ്ടാവില്ല. നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും, അത് എവിടെയാണെന്നായിരിക്കും നമ്മൾ തിരയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വളരെ വേഗത്തിൽ ഇങ്ങനെ പേജസിലൂടെ ഇങ്ങനെ പോകും. അങ്ങനെ പോകുന്നതിനിടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ കണ്ണവിടെ റെസ്റ്റ് ചെയ്യും. സ്കാനിങ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റഡീസ്. ഈ സ്കാനിങ് എന്ന് പറയുന്ന മെത്തേഡ് പഠനത്തിലും ഉപയോഗിക്കാൻ കഴിയും. ആൻഡ് റിസർച്ച് റിലേറ്റഡ് റീഡിങ്, അതുപോലെ തന്നെ ഗവേഷണ സംബന്ധമായിട്ടുള്ള വായനകളാണെങ്കിലും. അപ്പോൾ പഠനത്തിലും അതുപോലെ തന്നെ ഗവേഷണ സംബന്ധമായിട്ടുള്ള വായനയാണെങ്കിലും
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്കാനിങ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റീഡിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് സ്കിമ്മിങ്, ഇറ്റ് ഓൾസോ മേക്സ് യൂസ് ഓഫ് സ്ട്രക്ചറൽ ഹിൻസ് ആൻഡ് കീവേഡ്സ്. സ്കിമ്മിങ്ങിലെ പോലെ തന്നെ നമ്മൾ സ്കാനിങ്ങിലും സ്ട്രക്ചറൽ ഹിൻസും കീവേഡ്സും, സ്ട്രക്ചറൽ ഹിൻസ് അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരയുന്നത് എന്താണോ, ഇപ്പൊ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരയുന്നത് സ്കിമ്മിങ് എന്ന വേർഡാണെങ്കിൽ അല്ലെങ്കിൽ സ്കാനിങ് എന്ന വേർഡാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കീവേഡ് അതാണ്, എൻ്റെ മനസ്സിൽ അതുണ്ടായിരിക്കും, ഞാനിങ്ങനെ അത് തിരഞ്ഞു നോക്കുകയാണ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞത് സ്കിമ്മിങ്ങിലെ പോലെ തന്നെ സ്ട്രക്ചറൽ ഹിൻസും അതുപോലെ തന്നെ കീവേഡ്സും നമ്മൾ ഇവിടെ ഉപയോഗിക്കും. However, while the objective of skimming is to get a bird's eye view of the content, അതായത് സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ അതിൽ റീഡറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റീഡർക്കൊരു ബേർഡ്സ് ഐ വ്യൂ കിട്ടുക എന്നുള്ളതാണ്. എന്താണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഐഡിയ. അപ്പം നമ്മൾ സ്കിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് ഓർ വി വാണ്ട് ടു ഗെറ്റ് എ ജനറൽ ഐഡിയ. നമുക്കൊരു ജനറൽ ഐഡിയ, ഇപ്പോൾ ഒരു പുസ്തകം നമ്മൾ സ്കിം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആ പുസ്തകത്തെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടണം. എന്നാൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്കാനിങ് ഈസ് ടു ഫൈൻഡ് ആൻഡ് ഫോക്കസ് ഓൺ സ്പെസിഫിക് ഡാറ്റ. എന്നാൽ നമുക്കൊരു ജനറൽ ഐഡിയ അല്ല നമുക്ക് സ്കാനിങ്ങിൽ കിട്ടേണ്ടത്. സ്കാനിങ്ങിൽ കിട്ടേണ്ടത് നമുക്കൊരു സ്പെസിഫിക് ഡാറ്റയെ കുറിച്ച് നമുക്കറിയണം, ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിയണം. അതായത് അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പുസ്തകമാണോ എന്താണോ അതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് പൊതുവേ നമുക്കറിയണം, ഒരു ആകമൊത്തം ടോട്ടൽ ഒരു ഐഡിയ നമുക്ക് കിട്ടണം. എന്നാൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു നിശ്ചിത ഭാഗം, ദാറ്റ് ഈസ് സ്പെസിഫിക് ഡാറ്റ ഓർ സ്പെസിഫിക് ഐഡിയ. അപ്പോൾ ഒരു നിശ്ചിത ആശയം അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ കാര്യം നമ്മളെ മനസ്സിലുണ്ട്, നമ്മൾ അതിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇതാണ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. If you have doubts about whether the book is likely to include the details you require, അതായത് നമ്മളെ കയ്യിലൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം വായിക്കുന്നതിന് മുൻപ് നമുക്ക് സംശയമുണ്ട്, അതായത് നമുക്ക് വേണ്ട കാര്യം ആ പുസ്തകത്തിനകത്തുണ്ടോ, ആ പുസ്തകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, കാരണം നമുക്കതിന് സംശയമുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു പുസ്തകത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ പുസ്തകത്തിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, വെദർ ദ ബുക്ക് ഈസ് ലൈക്ലി ടു ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽസ് യു റിക്വയർ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സ്കിം ഇറ്റ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾ ആ പുസ്തകം ഒന്ന് സ്കിം ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ടു റീഡ് ദ ഹെഡ്ലൈൻസ്. നിങ്ങൾ സ്കിം ചെയ്യുമ്പോൾ ആ പുസ്തകത്തിലെ ഹെഡിങ്സ് വായിക്കാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടൻസ്, ഇൻഡെക്സസ്, ടൈപ്പോഗ്രാഫിക് ക്ലൂസ്. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, സ്കിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിൽ വരുന്ന ഹെഡിങ്സും ടേബിൾസ് ഓഫ് കണ്ടൻസും ഇൻഡെക്സസും അതുപോലെ ടൈപ്പോഗ്രാഫിക് ക്ലൂസ് ഇതൊന്നും വായിക്കാൻ നിങ്ങൾ മറക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഇവയെല്ലാം വായിച്ചിരിക്കണം. അതിനുശേഷം ലിസ്റ്റ്സ് ആൻഡ് ടേബിൾസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബെറ്റർ. പിന്നെ ആ പുസ്തകത്തിൽ ലിസ്റ്റുകളും ടേബിളുകളും ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എന്തു ചെയ്യണം? ഇഫ് യു ഫസ്റ്റ് സ്കിം ദം ടു ഡിറ്റർമൈൻ ദെയർ ഓർഡർ സച്ച് ആസ് ആൽഫബറ്റിക്കൽ, ക്രോണോളജിക്കൽ ഓർ മോസ്റ്റ് ടു ലീസ്റ്റ്. അവ ടേബിളുകളും അതുപോലെ തന്നെ ലിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്കിം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഫസ്റ്റ് ടൈമിൽ നിങ്ങളത് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? പുസ്തകത്തെക്കുറിച്ച് മൊത്തം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം
നിങ്ങൾ ആ ലിസ്റ്റുകളെ കുറിച്ചും ടേബിളിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ആ ലിസ്റ്റിലേക്കും ടേബിളിലേക്കും വരുന്നതെങ്കിൽ ആ ലിസ്റ്റിൻ്റെയും ടേബിളിൻ്റെയും അതിൻ്റെ ഓർഡർ ആൽഫബറ്റിക്കലാണോ അതല്ല ക്രൊണോളജിക്കലാണോ? ക്രൊണോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്ന വർഷത്തിൻ്റെ അല്ലെങ്കിൽ ടൈമിൻ്റെ ക്രമത്തിലാണോ അതല്ല മോസ്റ്റ് ടു ലീസ്റ്റ് കൂടിയതിൽ നിന്നും കുറഞ്ഞ ക്രമത്തിലേക്കാണോ? അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ, അതായത് ലിസ്റ്റിനെ കുറിച്ചും ടേബിളിനെ കുറിച്ചും ഒരു ധാരണ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലിസ്റ്റിലേക്കും ടേബിളിലേക്കും വരികയാണെങ്കിൽ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആഫ്റ്റർ സ്കിമ്മിങ്, നിങ്ങൾ സ്കിം ചെയ്തതിന് ശേഷം ഇഫ് യു ഡിറ്റർമൈൻ ദ ഇൻഫോർമേഷൻ വിൽ ബി ബെനിഫിഷ്യൽ, ആ പുസ്തകത്തിന് അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ സ്കാൻ ഇറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ സ്കിം ചെയ്യാം. അതിനുശേഷം നിങ്ങൾ സ്കിം ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്നൊന്നിങ്ങനെ ഓടിച്ചു നോക്കുക. അങ്ങനെ ഓടിച്ചു നോക്കിയതിന് ശേഷം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്കിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം വായിക്കണ്ട. പുസ്തകത്തിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ ആദ്യ ഭാഗവും അതായത് അവസാന ഭാഗവും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ഇറ്റ്, അത് സ്കാൻ ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കാനിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം നഷ്ടമാവില്ല. ഇൻ ദ ഫോളോയിങ്, താഴെ ദ മെത്തേഡ് ഓഫ് സ്കാനിങ് എ ടെക്സ്റ്റ് ഓർ ഡോക്യുമെൻ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്കാനിങ്ങിൻ്റെ രീതി, സ്കാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് താഴെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഫൈൻഡ്. ഒന്നാമത്തെ കാര്യം, അതായത് നിങ്ങൾ എന്താണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട് ടു ഫൈൻഡ്, എന്താ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു പുസ്തകം സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ധാരണ നമുക്ക് വേണം, എന്താണ് നമ്മൾ ആ പുസ്തകത്തിനകത്ത് പരിശോധിക്കുന്നത്, കൃത്യമായ ധാരണ വേണം. സെലക്ട് എ ഫ്യൂ എസെൻഷ്യൽ ഫ്രേസസ് ഓർ വേർഡ്സ് ഓർ ഇഫ് യു പ്രിഫേഴ്സ് സെർച്ച് ടേംസ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാനും എസെൻഷ്യൽ ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ആ പുസ്തകത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ തിരയണോ, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഏതുപോലെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ ഗൂഗിളിലും മറ്റും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ടേം അല്ലേ സെർച്ച് ചെയ്യാം, അപ്പോഴാണല്ലോ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. അതുപോലത്തെ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ തിരയാം. ഡ്യൂറിങ് ദ സ്കാനിങ് പ്രോസസ് യു വിൽ ബി എ ലിവിങ് ബ്രീത്തിങ് സെർച്ച് എൻജിൻ. അതായത് ഒരു പുസ്തകത്തിൽ നിങ്ങൾ സ്കാനിങ് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു ജീവനുള്ള ശ്വാസമെടുക്കുന്ന ഒരു സെർച്ച് എൻജിൻ പോലെയാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു സെർച്ച് എൻജിനാണ്. ഒരു സെർച്ച് എൻജിൻ നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് തരണമെങ്കിൽ നമ്മൾ അതിനൊരു കീവേഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് കൊടുക്കണം. അത് കൊടുത്ത് അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടും. അത്തരത്തിൽ നിങ്ങളുടെ കൈവശവും ഒരു കീവേഡ് അല്ലെങ്കിൽ ഫ്രേസസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓൺലി വൺ കീവേഡ് ഷുഡ് ബി സെർച്ച്ഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു കീവേഡ് നോക്കുക.
ഇപ്പൊ നമുക്ക് മൊത്തം ഒരു പുസ്തകത്തിൽ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടെന്ന് വെക്കാം. അപ്പൊ നമ്മളെ കൈവശം 4 കീവേഡ്സ് ഉണ്ടായിരിക്കും. അതിൽ ഒരു കീവേഡ് നോക്കുക, അത് കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തിയതിന് ശേഷം എന്തു ചെയ്യുക? ഡു ന്യൂമറസ് സ്കാൻസ്, വീണ്ടും ഒരുപാട് സ്കാനിങ്ങുകൾ നിങ്ങൾ നടത്തുക. ഇഫ് യു വാണ്ട് ടു ലുക്ക് ഫോർ മൾട്ടിപ്പിൾ കീവേഡ്സ്, അതായത് നിങ്ങളെ കൈവശം ഒന്നിൽ കൂടുതൽ കീവേഡ്സ് ഉണ്ടെങ്കിൽ, നമുക്കൊരു പുസ്തകത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം? നമ്മളെ കൈവശം ഒന്നിൽ കൂടുതൽ കീവേഡ്സ് ഉണ്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യത്തെ കീവേഡ് വെച്ച് സ്കാൻ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കീവേഡ് വെച്ച് സ്കാൻ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. അങ്ങനെ ഓരോ കീവേഡ് വെച്ചും എന്തു ചെയ്യാം? നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യണം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ് യുവർ ഐസ് സ്കാൻ ദ പേപ്പർ ക്വിക്ക്ലി അണ്ടിൽ യു സ്പോട്ട് ദ വേർഡ് ഓർ ഫ്രേസ് യു ആർ ലുക്കിംഗ് ഫോർ. അതായത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വാക്ക് കിട്ടുന്നത് വരെ ഓരോ പേജിലൂടെയും വളരെ വേഗത്തിൽ സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാനിങ് എന്ന് പറയുന്നത് ഒരു സ്പീഡി പ്രോസസ്സാണ്. അതായത് നമ്മളിങ്ങനെ വായിക്കുന്ന പോലെയല്ല, വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം? പേജസിലൂടെ അല്ലെങ്കിൽ ലൈൻസിനിടയിലൂടെ വളരെ വേഗത്തിൽ നമ്മളെ കണ്ണു പോകണം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കണ്ടാൽ മാത്രം, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ നിൽക്കുക. നാലാമത്തെ കാര്യം പറയുന്നത്, when you find a keyword that captures your attention, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കീവേഡ്, ആ കീവേഡ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു കീവേഡ് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു പേജിലൂടെ ഇങ്ങനെ സ്കാൻ ചെയ്യാണ്. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ക്യാപ്ചേഴ്സ് യുവർ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ എന്ത് ചെയ്യുന്നു? ആ അത്തരം ഒരു വാക്കിൽ പതിയുന്നു. അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കാനിങ് അവിടെ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം തറോലി എക്സാമിൻ ദ ടെക്സ്റ്റ് അറൗണ്ട് ഇറ്റ്. നിങ്ങൾ ആ കീവേഡ് എവിടെയാണോ കണ്ടെത്തിയത്, ആ കണ്ടെത്തിയതിന് ചുറ്റും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പരിശോധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീവേഡുമായി ബന്ധപ്പെട്ട, അതുമായി അസോസിയേറ്റഡ് ആയിരിക്കുന്ന, റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ ആ കീവേഡിന് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി തറോലി എക്സാമിൻ ദ ടെക്സ്റ്റ് അറൗണ്ട് ഇറ്റ്, ആ കീവേഡിന് ചുറ്റും, അറൗണ്ട് ദ കീവേഡ്, ആ കീവേഡിന് ചുറ്റുമുള്ള ടെക്സ്റ്റിന്റെ ഭാഗം നിങ്ങൾ തറവായിട്ടൊന്ന് എക്സാമിൻ ചെയ്യാം. ഇത്രയാണ് നമുക്ക് സ്കാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ക്ലോസ് റീഡിംഗ് ആണ്. ക്ലോസ് റീഡിംഗ് അല്ലെങ്കിൽ തറോ റീഡിംഗ്, ക്ലോസ് റീഡിംഗ് ഓർ തറോ റീഡിംഗ്. ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ വി റീഡ് ദ ഹോൾ ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എളുപ്പത്തിലുള്ളൊരു വായനയല്ല. ക്ലോസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് മുഴുവനായിട്ടും വായിക്കും. ഹോൾ ടെക്സ്റ്റ് മുഴുവൻ നമ്മൾ വായിക്കും, വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട്. നമ്മളിവിടെ യാതൊരു ഭാഗവും നമ്മൾ ഒഴിവാക്കുന്നില്ല, നമ്മൾ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ. പേയിങ് കീൻ അറ്റൻഷൻ ടു എവറി വേർഡ്, നമ്മളൊരു ടെക്സ്റ്റിനകത്ത് വരുന്ന എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പേയിങ് കീൻ അറ്റൻഷൻ ടു എവറി വേർഡ്, സെന്റൻസസ് ആൻഡ് ഈവൺ പങ്ക്ച്വേഷൻ മാർക്ക്, നമ്മൾ ഒന്നും ഒഴിവാക്കുന്നില്ല. എല്ലാ വാക്കുകളും എല്ലാ വാചകങ്ങളും, ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പങ്ക്ച്വേഷൻ മാർക്ക് പോലും, അതായത് കുത്തും കോമയും ക്വസ്റ്റ്യൻ മാർക്കും ഇതുപോലുള്ള പങ്ക്ച്വേഷൻ മാർക്ക് പോലും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് ആസ് കംപ്ലീറ്റ്ലി ആൻഡ് ഡീപ്ലി ആസ് പോസിബിൾ. നമുക്ക് എന്തുമാത്രം ആ ടെക്സ്റ്റ് പൂർണ്ണമായിട്ടും വായിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും കഴിയുന്നോ അത്രയും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ ടെക്സ്റ്റ് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു ഭാഗം പോലും ഒഴിവാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വായിക്കുന്നു. ക്ലോസ് റീഡിംഗ് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ്. അപ്പൊ എന്താ പറയുന്നത്? ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്കിമ്മിങ് ഉണ്ടല്ലോ, ആ സ്കിമ്മിങ്ങിന്റെ റിവേഴ്സ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ.
ക്ലോസ് റീഡിങ്ങിന് ഡിമാൻഡ്സ് ഇൻറ്റൻസ് കോൺസെൻട്രേഷൻ. എന്തു വേണം? ക്ലോസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ റീഡർക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. അതായത് നന്നായിട്ട് ശ്രദ്ധ കൊടുത്ത് വായിക്കുക തന്നെ വേണം. ഷോർട്ട് പാസേജസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണ്ടക്ട് ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ്. ഇത്തരത്തിൽ പൊതുവെ ക്ലോസ് റീഡിങ്ങിന് തിരഞ്ഞെടുക്കുന്നത് ചെറിയ പാരഗ്രാഫുകളായിരിക്കും. ക്ലോസ് റീഡിംഗ് ഈസ് സിഗ്നിഫിക്കൻറ്റ് സിൻസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് റീഡേഴ്സ് ഇൻ ഫുള്ളി കോംപ്രിഹെൻഡിങ് എ ടെക്സ്റ്റ്. എന്താണ് ക്ലോസ് റീഡിങ്ങിൻ്റെ പ്രാധാന്യം? ക്ലോസ് റീഡിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ക്ലോസ് റീഡിങ് റീഡർക്ക് ഒരു ടെക്സ്റ്റിനെ ഫുള്ളായും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള അവസരം നൽകുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ദ അപ്രോച്ച് എനാബിൾസ് റീഡേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു സമീപനം റീഡറെ സഹായിക്കുന്നു. ഹൗ ആൻ ഓതർ കോൺഷ്യസ്ലി എംപ്ലോയ്ഡ് പെർട്ടിക്കുലർ ഫ്രേസസ് ആൻഡ് ലിറ്റററി ഡിവൈസസ് ടു ഹൈലൈറ്റ് മെയിൻ കോൺസെപ്റ്റ്. ഈ ഒരു പാസേജിൽ അല്ലെങ്കിൽ എന്താണോ നമ്മളെ കൈവശമുള്ളത് അതിൽ റൈറ്റർ എങ്ങനെയാണ് ഒരു നിശ്ചിതമായിട്ടുള്ള ഫ്രേസും അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസ് അയാൾ ഉദ്ദേശിച്ച ചില പ്രത്യേക കോൺസെപ്റ്റുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ചില ഫ്രേസുകളും ലിറ്റററി ഡിവൈസുകളും ഓതർ എങ്ങനെ ഉപയോഗിച്ചു, ചില ലിറ്റററി ടെക്നിക്സ്, അതുപോലെ തന്നെ ചില വേർഡ്സ് എങ്ങനെ അവ ഉപയോഗിച്ചുകൊണ്ട് ചില കോൺസെപ്റ്റുകളെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ക്ലോസ് റീഡിംഗ് റീഡറെ സഹായിക്കുന്നു. എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ മെറ്റീരിയൽ ദോ ക്ലോസ് റീഡിംഗ് ഹെൽപ്സ് ഇൻ ക്രിറ്റിക്കൽ അനാലിസിസ്. ക്ലോസ് റീഡിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത പറയാണ്. ക്ലോസ് റീഡിങ്ങിൽ റീഡർക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയലിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലോസ് റീഡിങ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്, അതായത് ഒരു വർക്കിനെ വിശകലനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിമർശനപരമായിട്ട് വിലയിരുത്തുന്നതിന് ക്ലോസ് റീഡിംഗ് റീഡറെ പ്രാപ്തനാക്കുന്നു. എക്സാമ്പിൾസ് ഓഫ് ക്ലോസ് റീഡിംഗ് ആർ റീഡിംഗ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി ആൻഡ് റീഡിംഗ് ആർട്ടിക്കിൾസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ക്ലോസ് റീഡിങ്ങിന് ചില എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത്, നമ്മൾ പഠന സംബന്ധമായിട്ട് നമ്മളെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ അക്കാദമിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ ക്ലോസ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു പുസ്തകത്തിൽ ഒരു വേർഡോ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പങ്ക്ച്വേഷൻ മാർക്കോ നമ്മൾ ഒഴിവാക്കുന്നില്ല. പുസ്തകം നമ്മൾ തറവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീഡിംഗ് ആർട്ടിക്കിൾസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ലേഖനങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഗൗരവമുള്ള വിഷയങ്ങളിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നു. അതും ക്ലോസ് റീഡിങ്ങിനുള്ള എക്സാമ്പിളാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൺസിഡറിങ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ക്ലോസ് റീഡിംഗ് വൈൽ പ്രാക്ടീസിങ് ഇറ്റ്. നമ്മൾ ക്ലോസ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ദ ടെക്സ്റ്റ് തറോലി. ഇതാണ് ഒന്നാമത്തെ ടെക്സ്റ്റ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ദ ടെക്സ്റ്റ് തറോലി, റീഡ് ദ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി. ടെക്സ്റ്റ് മുഴുവനായിട്ടും വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. റീഡേഴ്സ് ഷുഡ് മേക്ക് ആൻ എഫോർട്ട് ടു കോംപ്രിഹെൻഡ് ദ മോസ്റ്റ് ക്രൂഷ്യൽ കോൺസെപ്റ്റ്സ് ആൻഡ് components of a text when reading it for the first time. അതായത് റീഡർ ഒരു ടെക്സ്റ്റ് ആദ്യമായി വായിക്കുമ്പോൾ തന്നെ അതിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കമ്പോണൻറ്റും ഒന്നും ഒഴിവാക്കാതെ ആ ഒരു ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ക്രൂഷ്യൽ കോൺസെപ്റ്റ്സ്, നിർണായകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, എന്തെല്ലാം നിർണായകമായ വസ്തുക്കളാണോ അല്ലെങ്കിൽ എന്തെല്ലാം കമ്പോണൻസ് ആണോ
എന്തെല്ലാം ഭാഗങ്ങളാണോ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതെല്ലാം ഒന്നും വിട്ടുപോവാതെ വായിക്കാനുള്ള ഒരു ശ്രമം നിർബന്ധമായും റീഡറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. Take for instance a novel and while reading it. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നോവലാണ് വായിക്കുന്നതെങ്കിൽ ഒരു നോവല് റീഡറ് ക്ലോസ് റീഡ് ചെയ്യുകയാണെങ്കിൽ ദ റീഡേഴ്സ് ഷുഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ പറയുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും റീഡർ പരിഗണിക്കേണ്ടതുണ്ട്. എന്തെല്ലാം ചോദ്യങ്ങൾ? ഒരു നോവലിനെ ക്ലോസ് റീഡിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളോടാണ് റീഡർ റെസ്പോണ്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നോവൽ ക്ലോസ് റീഡ് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ നോവലിൽ നിന്നും കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓർ മെസ്സേജ് ഓഫ് ദിസ് പാസേജ്? നമ്മളൊരു പാസേജ് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ ആ വായിക്കുന്നതിലെ തീം അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇൻ ദിസ് പാസേജ് ആർ ദർ എനി ക്യാരക്ടേഴ്സ് ഓർ പീപ്പിൾ? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പാസേജിൽ വല്ല ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ പീപ്പിൾ കഥാപാത്രങ്ങളോ ആളുകളോ ഉണ്ടോ? ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു ദേ ലുക്ക് ലൈക്ക് ആൻഡ് ഹു ആർ ദേ? ആരൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ? അതുപോലെ വാട്ട് ഡു ദേ ലുക്ക് ലൈക്ക്? അവരെ കാണാൻ എങ്ങനെയുണ്ട്? അപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ പാസേജിൽ വായിക്കുന്ന ഭാഗത്ത് കഥാപാത്രങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ വാട്ട് ഡു ദേ ലുക്ക് ലൈക്ക്? അവരെ കാണാൻ എങ്ങനെയുണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് എക്സാക്ട്ലി ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് പാസേജ്? ഈ പാസേജിൽ എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? എന്താണ് ഈ പാസേജിനകത്ത് നടക്കുന്നത്? ഡു ക്യാരക്ടേഴ്സ് സ്പീക്ക് ടു വൺ അനദർ? ഇവിടെ കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടോ? ഈസ് ദർ മൂവ്മെന്റ്? ഈ പാസേജിനകത്ത് വല്ല മൂവ്മെന്റും, കഥയിൽ വല്ല മൂവ്മെന്റും, പ്രത്യേകിച്ച് പറയത്തക്ക വല്ല മൂവ്മെന്റും ഈ ഭാഗത്ത് വരുന്നുണ്ടോ? നാലാമത്തേത്, ഹൗ ഡസ് ദിസ് പാസേജ് ഫിറ്റ് ഇൻടു ഓവറോൾ നരേറ്റീവ്? ഓവറോൾ നരേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നോവലാണ്, ആ നോവലിൽ ഒരു നിശ്ചിത ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആ നോവൽ മുഴുവൻ ക്ലോസ് റീഡ് ചെയ്യുന്നില്ല, ആ നോവലിലെ ഏതെങ്കിലും ഒരു അധ്യായമാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു നോവലാണെന്ന് വെക്കുക. ആ നോവലിലെ ഒരു അധ്യായമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു അധ്യായം അതിലെ ബാക്കി 29 അധ്യായങ്ങളുമായിട്ട് യോജിക്കുന്നതാണോ? അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ റീഡർ ഹാസ് റെഡ് ദി എൻറ്റയർ ടെക്സ്റ്റ് ഓഫ് ദ സെക്ഷൻ, നമ്മളെ കൈവശമുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ ആ പുസ്തകം റീഡർ വായിക്കുന്നുണ്ടെങ്കിൽ, കാരണം അല്ലാതെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമ്മളെ കൈവശമുള്ള ഒരു പാസേജ്, ആ പാസേജിന് എന്തുമാത്രം അതിൽ പ്രസക്തി ഉണ്ട് അതറിയണമെങ്കിൽ നമ്മളത് മൊത്തം വായിക്കണം. അപ്പം ഇത്രയാണ് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2. അപ്പം നമ്മൾ സ്റ്റെപ്പ് 1 എന്താന്ന് ചുരുക്കി പറയുമ്പോൾ ടെക്സ്റ്റ് തറവായിട്ട് വായിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 പറയുന്നത് അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്, അതായത് പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നരേറ്റീവ് ടെക്നിക്സ്, പാറ്റേണ്, അതിലെ മെത്തേഡ്സ്, അപ്പം അതിലെ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. The reader should think about the patterns and methods they notice after reading the book for the first time. അതായത് ഈ പുസ്തകം ആദ്യമായി വായിച്ച ശേഷം റീഡർ നോട്ട് ചെയ്ത, റീഡർ ശ്രദ്ധിച്ച പാറ്റേൺസും മെത്തേഡ്സും അവയെക്കുറിച്ച് ചിന്തിക്കുക. എന്തെല്ലാം പാറ്റേൺസ് അല്ലെങ്കിൽ എന്തെല്ലാം മെത്തേഡ്സ് ആണ്, എന്തെല്ലാം നരേറ്റീവ് ടെക്നിക്സ് ആണ്, എന്തൊക്കെയാണ് ഇതിൽ റൈറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് റീഡർ ചിന്തിക്കണം. ഫോർ ഇൻസ്റ്റൻസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ കുഡ് എക്സാമിൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
ഇവിടെയും ഏതാനും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ നമ്മുടെ കൈവശമുള്ള പാസേജിൽ നിന്നും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, ഹൗ ഹാസ് ദിസ് ടെക്സ്റ്റ് ബീൻ ഓർഗനൈസ്ഡ്? ഇതിന് വല്ല പാറ്റേണും ഉണ്ടോ? എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? ഈ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്ക് വല്ല ക്രമമുണ്ടോ, ഓർഡർ ഉണ്ടോ? എന്താണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ? ഇതിൻ്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് ഇതിനെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദർ എനി റെക്കറിംഗ് തീംസ്, കീവേഡ്സ് ഓർ ഫ്രേസസ്? അതായത് നമ്മൾ വായിക്കുന്ന ഈ പാസേജിൽ ഏതെങ്കിലും തീമോ അല്ലെങ്കിൽ എനി കീവേഡ്സ്, എന്തെങ്കിലും കീവേഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രേസസോ ആവർത്തിച്ച് വരുന്നുണ്ടോ? എന്തെങ്കിലും കാര്യത്തെ റൈറ്റർ സ്ട്രെസ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റെക്കറിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം. എന്തെങ്കിലും തീമോ കീവേഡ്സോ ഫ്രേസസോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇൻ സച്ച് എ കേസ്, അങ്ങനെ ഉണ്ടെങ്കിൽ വൈ മൈറ്റ് ദ ഓതർ ഹാവ് മെയ്ഡ് ദിസ് ചോയ്സ്? എന്തുകൊണ്ടാണ് ഓതർ അത് തെരഞ്ഞെടുത്തത്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തു? അല്ലെങ്കിൽ ഒരു കീവേഡ് ആണെങ്കിൽ, ഒരു ഫ്രേസ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുത്തു? അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി ഇൻഫോർമേഷൻ ഇൻ ദിസ് ബുക്ക് ദാറ്റ് ഈസ് കോൺട്രാഡിക്ടറി? അതായത് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് പരസ്പര വിരുദ്ധമായിട്ട്, ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ദാറ്റ് ഈസ് കോൺട്രാഡിക്ടറി, വിരുദ്ധമായിട്ട്, കോൺട്രാസ്റ്റ് ആയിട്ട്, ഒപ്പോസിംഗ് ആയിട്ട് വല്ല ഇൻഫോർമേഷനും ഇവിടെ ഉണ്ടോ? വാട്ട് ഇമ്പാക്ട് ഡസ് ദാറ്റ് കോൺട്രാസ്റ്റ് ഹാവ്? ഇനി ഉണ്ടെങ്കിൽ ആ കോൺട്രാസ്റ്റ് എന്ത് ഇമ്പാക്റ്റ് ആണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നതിൻ്റെ ഫലം എന്ത്? അതുകൊണ്ട് എന്ത് ഫലം, എന്ത് റിസൾട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ ഗുണമെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ദ ഓതർ എംപ്ലോയ് എനി ലിറ്റററി ടാക്ടിക്സ് ലൈക്ക് മെറ്റാഫേഴ്സ് ഓർ ഹൈപ്പർബലി? ഈ ഒരു പാസേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, നമ്മൾ ക്ലോസ് റീഡ് ചെയ്യുന്ന പാസേജിൽ ഏതെങ്കിലും ഡിവൈസസ് ലൈക്ക് മെറ്റഫോർ ഓർ ഹൈപ്പർബലി, ഇതുപോലുള്ള ഏതെങ്കിലും പോയറ്റിക് ഡിവൈസസ്, ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് സ്റ്റെപ്പ് 2. ഇനി അടുത്തത് ക്ലോസ് റീഡിങ്ങിൽ വരുന്ന സ്റ്റെപ്പ് 3, റീഡ് ദ പാസേജ് എന്നുള്ളതാണ്. പാസേജ് ഒന്നുകൂടി വായിക്കാം. The reader becomes acquainted with the subject matter of the text during the first reading. അതായത് റീഡർ ഈ പാസേജ് ആദ്യം വായിച്ചപ്പോൾ തന്നെ ഈ പാസേജിലെ തീമുമായിട്ട് റീഡർക്ക് പരിചയം ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വായനയിൽ തന്നെ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഈ പാസേജിലെ തീം എന്താണ്, ആശയം എന്താണെന്ന് റീഡർക്ക് പരിചയമായിരിക്കണം. Then the reader should read the full chapter a second time with a more deliberate focus on organizational patterns after taking note of patterns and strategies. അപ്പോൾ ആദ്യം വായിക്കുമ്പോൾ ഇതിലെ തീം മനസ്സിലായി, ശേഷം ഒന്നുകൂടി വായിക്കാം. രണ്ടാമതൊരു തവണ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം, ഡെലിബറേറ്റ് ഫോക്കസ് ഓൺ. സെക്കൻഡ് റീഡിങ്ങിൽ റീഡർ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓൺ ഓർഗനൈസേഷണൽ പാറ്റേൺ. അതായത് ഈ ഒരു വർക്കിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺ, ഏത് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ക്രമം, ഇതിൻ്റെ രീതി എന്താ? ആഫ്റ്റർ ടേക്കിംഗ് നോട്ട് ഓഫ് പാറ്റേൺസ് ആൻഡ് സ്ട്രാറ്റജീസ്, ഈ ഒരു പാസേജിലെ സ്ട്രാറ്റജീസും പാറ്റേൺസും നോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺസിന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് വായിക്കണം. വെൻ റീഡിംഗ് ദ സെക്ഷൻ എ സെക്കൻഡ് ടൈം he or she should pay great attention to any repetition of certain words. ഇനി ഒരു രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഫ്രേസുകളോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം.
ആൻഡ് കൺസിഡർ ഹൗ ദോസ് റിപ്പീറ്റേഷൻസ് അഫക്റ്റ് ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ആ റിപ്പീറ്റേഷൻ ഒരു പെർട്ടിക്കുലർ വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റേഷൻ ഏത് നിലയ്ക്ക് ഈ ടെക്സ്റ്റിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് റിസൾട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ക്ലോസ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് 3 സ്റ്റെപ്പാണ് വന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറോ റീഡിംഗ് ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ദ പാസേജ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ റിപ്പീറ്റേഷൻ ബോറിംഗ് ആയിരിക്കും, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.